ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ടുപ്പാ PTS മെമ്പർ ഇവിടെ ചേഞ്ച് ആയിരുന്നു. അവൾ പോയി നമ്മൾ എന്താടാ ചെയ്യുക എന്ന് പറഞ്ഞ് അവർ ചേഞ്ച് ആയിരുന്നു. അവർക്ക് ഷൂട്ടിങ്ങൊക്കെ അവർക്ക് പോകുന്നുണ്ടായിരുന്നു. പാവം അവർ വീട്ടിൽ സാഡിൻ്റെ ആയിരുന്നു. ശരി നമ്മൾ ബിസിനസ് ട്രിപ്പൊക്കെ പോയിട്ട് വരാം എന്ന് പറയായിരുന്നു. ഹീറോയിച്ച് ഓളായിട്ട് ഇന്ത്യയൊക്കെ വന്നായിരുന്നു. ഇറങ്ങിയായിരുന്നു. ഹീറോയിച്ച് ആളായിട്ട് ഹീറോയിൻ്റെ റൂമിൽ പോയി താമസിക്കായിരുന്നു. ഹീറോയി അമ്മയൊക്കെ ആയിരുന്നു. എങ്ങനെയുണ്ട് അമ്മേ പഠിച്ചിട്ട് അവിടെ എന്ന് പറയായിരുന്നു. അവർക്ക് എൻ്റെ മേലെ ഫീലിങ്സ് അറിയില്ല അമ്മേ എന്ന് പറയായിരുന്നു. ശരി അവർ വരട്ടെ നോക്കാം, അവർക്ക് ഒരുപാട് നീ ഓക്കെയാണ്, നീ അക്സെപ്റ്റ് ചെയ്യും എന്ന് അമ്മ പറയായിരുന്നു. ശരി ഓക്കെ അമ്മ എന്ന് പറയുന്നത്. ഹീറോയി പോയിട്ട് ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. അത് ഹീറോയ്ക്ക് കുറച്ച് ടയർഡായിരുന്നു. അങ്ങനെ BTS മെമ്പർ ഷൂട്ടിങ് അത് ഇതെല്ലാം കഴിഞ്ഞു കുറച്ച് ഡേയ്സ് ഹീറോയി ജോലായിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. ആരായിട്ട് അവർക്ക് ട്രിപ്പ് കഴിഞ്ഞു. ഇടാ ആറും പറയായിരുന്നു. ജിന്നു നോക്കിയിട്ട് എന്താ ജിൻ പറ്റി? ജിന്നു പറഞ്ഞിട്ട് കാര്യം 7 പേര് ഓർന്ന് ഹീറോയിനെ ഓർത്ത് സാഡാണ്. ഇല്ലടാ ഞങ്ങൾ പ്രൊപ്പോസ് ചെയ്ത് അവളെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഹീറോയിനെ കാണുന്നത്. അതുകൊണ്ട് അവർ ഇന്ത്യയൊക്കെ വന്നായിരുന്നു. ഹീറോയിനെ എങ്ങനെയൊക്കെ ഹീറോയിൻ ആ ചേട്ടൻ കോൾ ചെയ്തായിരുന്നു. അങ്ങനെ എയർപോർട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ വാ വന്നേ പറഞ്ഞു ഇങ്ങനെ വരാൻ പറയായിരുന്നു. അങ്ങനെ 7 പേര് ഹീറോയിനെ കാണാൻ എന്നെ വന്നായിരുന്നു. 7 പേര് വന്നായിരുന്നു. ഹീറോയിൻ അമ്മ പറയുന്ന അകത്ത് വാ എന്ന് ആ രീതി എടുത്ത് അകത്താക്കിയായിരുന്നു. 7 പേര് പറഞ്ഞാൽ ഹീറോയിൻ്റെ ചേട്ടൻ കേൾക്കായിരുന്നു എവിടെ ഉള്ളത്. ഇല്ല നിങ്ങൾക്ക് 7 പേർ റൂം അങ്ങനെയൊന്നും ഇല്ല. അത് പറയാം 7 പേർ പറയുന്ന അമ്മേനോട് എന്താ ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് ഹീറോയിൻ്റെ ഫാമിലീസ് പറഞ്ഞ മുകളിൽ പറഞ്ഞ അയാൾ പറഞ്ഞ ഹീറോയിൻ റൂമൊക്കെ ഹീറോയിൻ പോയായിരുന്നു. 7 പേർ പറഞ്ഞ ഹീറോയിൻ റൂമൊക്കെ വന്നായിരുന്നു. റൂം പറഞ്ഞ അത് ചെറിയ റൂമാണ്. 7 പേർക്ക് റൂം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ 7 പേർ അവർ റൂമിൽ പോയിരുന്നു. ഹീറോയിൻ റൂമിൽ വന്നവർക്ക് ആക്കാൻ തുടങ്ങിയാണ് എപ്പോൾ ഇവ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് വർഷമായിട്ട് ഹീറോയിൻ കണ്ണ് തുറന്നാണ്. ടയർഡാണ് എന്താണ് കണ്ണ് തുറന്ന ഷോക്കോ ഹീറോയിൻ ഷോക്കോ ജർക്ക് വിട്ടായിരുന്നു. നിങ്ങളാ എന്ന് പറയുന്നു. അത് ഞങ്ങൾ തന്നെയാണ്. എന്താ ചെയ്യുന്ന എന്ന് കേൾക്കാറുണ്ട്. ഹീറോയിൻ ചെറുക്ക് വിട്ടായിരുന്നു. എന്താ നിങ്ങൾ ചെയ്യുന്ന? ഒന്നുമില്ല എന്ന് പറയുന്നു. അവർ നന്നായിട്ട് ഹീറോയിൻ സംസാരിച്ചു. പിന്നെ അവർ കൂടെ കുറച്ച് കറങ്ങിയായിരുന്നു. നൈറ്റായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു 7 പേര്. ഹീറോയെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഹീറോയിൻ മമ്മി ഫാമിലീസ് എല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ റൂമിൽ ഇന്ന് ജിന്നാണ് വലുത്. അതുകൊണ്ട് ഫസ്റ്റ് ജിന്നു സ്റ്റാർട്ട് ആണ്. ജിന്നിനോട് ഹീറോയി ജിന്നു വന്നായിരുന്നു. ജിന്ന് ബാക്കി 6 മെമ്പർ അവർ പോയിരുന്നു. ഹീറോയിൻ പറഞ്ഞ റൂം ഉണ്ടായിരുന്നു. അത് പറഞ്ഞ ഹീറോയിൻ്റെ സൗണ്ട് പ്രൂഫ്. അത് പറഞ്ഞ ഹീറോയിൻ്റെ റൂമാണ്. അത് കുറച്ച് വലിയ റൂമാണ്. അത് പറഞ്ഞ ഹീറോയിൻ്റെ മമ്മി ഇവള് സൗണ്ട് പ്രൂഫ് വെച്ചിട്ട് ഹീറോയ്ക്ക് റൂം ചെയ്തായിരുന്നു. അതുകൊണ്ട് ടോർച്ച് ആയിരിക്കും അമ്മ പറഞ്ഞിട്ട് സൗണ്ട് പ്രൂഫ് റൂം ഉണ്ടാക്കിയായിരുന്നു ഹീറോയ്ക്ക് വേണ്ടിയിട്ട്. അതായത് കുറച്ച് സൗണ്ട് പ്രൂഫ് റൂം വെളിയിലൊന്നും കേൾക്കില്ല. അങ്ങനെ ഹീറോയി ജിന്നു കൂടെ ഹീറോയി ക്ലോസ് ആയിരുന്നു. ഓരോ നാളും കൂടെ ഹീറോയ്ക്ക് ക്ലോസ് ആയിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം പീരീഡ് കഴിഞ്ഞ പിന്നെ ഇവരെ കൂടെ ഞാൻ ക്ലോസ് എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് സമാധാനമായിരുന്നു. ഹീറോയുടെ കൂടെ ജോലിയായിരുന്നു. ഹീറോയിൻ്റെ അമ്മ ഞങ്ങൾ കൊറിയൊക്കെ പോവാം എന്ന് പറയായിരുന്നു. ഹീറോയിൻ അമ്മ പറയുന്നു ശരി മോളെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ഫംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ പോയിക്കോ എന്ന് പറയുന്നു. ഇങ്ങനെ ആ ഫംഗ്ഷനിൽ കഴിഞ്ഞാൽ ഹീറോയിൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയിൻ കൊറിയൊക്കെ പോയിരുന്നു. ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയിൻ പ്രഗ്നൻ്റായി. ഹീറോയ്ക്ക് വരുന്നിട്ടായി 7 ബോയ് ബേബീസ് ജനിച്ചു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ബേബീസ് കൂടെ ജോലിയായിട്ട് ഇരിക്കുന്നത് ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബീസ് എല്ലാം വളർന്നു വന്നായി. ഇപ്പോൾ ഹീറോയിൻ ബേബീസ് എല്ലാം ഇപ്പോൾ 6 വയസ്സായി. അതെ ഹീറോയിൻ്റെ ബേബീസ് പറഞ്ഞ മമ്മി ഞങ്ങൾ പോന്നു എന്ന് പറയുന്നത് ഹീറോയിനോട് പറയായിരുന്നു. ശരി അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുന്നത് ഹീറോയ്ക്ക് കുറച്ച് ഇതാവാൻ തുടങ്ങിയായിരുന്നു. സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. അതെ അങ്ങനെയായിട്ട് ജോലിയായിട്ട് ഹീറോയിൻ ഇതാക്കാൻ തുടങ്ങിയായിരുന്നു. ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ഇപ്പോൾ കൊച്ച് ഹീറോയിൻ പറയുന്നു ശരി ഓക്കെ അങ്ങ് പോവാം എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയായിട്ട് ഹീറോയിൻ പറയായിരുന്നു കഷ്ടമാണ് അതിനായിട്ട് പോവാമെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ വീട്ടിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഇന്ത്യക്ക് വന്നായിരുന്നു. ഇന്ത്യയിൽ ഇരുന്നായിരുന്നു. ഹീറോയിൻ ഫ്രണ്ട്സ് എല്ലാം പറയുന്നു മച്ചി എങ്ങനെ ഉണ്ടടി അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഹീറോയിൻ്റെ ഫാമിലീസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുമാത്രമല്ല ഹീറോയ്ക്ക് പറഞ്ഞ ഗേൾ ബേബി ഉണ്ടായിരുന്നു. ഗേൾ ബേബിക്ക് പറഞ്ഞ 1 വയസ്സായി. അതെ 1 വയസ്സായി. ആ ഗേൾ ബേബിന് 7 പേര് അറിഞ്ഞിട്ട് പറയുമ്പോൾ ഒരു ഗേൾ ബേബി കണ്ടായി. അവർക്കൊരു ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ മായൻ്റെ ചേട്ടനക്ക് ഒന്നും ചെയ്യാനില്ല. മായൻ്റെ ചേട്ടനക്ക് അവർ വന്നത് കാര്യം അറിയാമായിരുന്നു. അവർക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല. മായക്ക് വേറെ കല്യാണം കഴിപ്പിച്ച അതെ ആ കിഡ്നാപ്പ് ചെയ്ത് പോയ ഒരു പറഞ്ഞ ഒരു കുമ്പളായിരുന്നു. അവളൊരു പറഞ്ഞ ഒരു റൗഡിമാർ കുമ്പൾ. അവർക്ക് പറഞ്ഞ ഇവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാഹുൽ അവർ പറഞ്ഞ റൗഡി ഗോൾക്ക് അവന് ഇഷ്ടമാണ്. അങ്ങനെ അവർ കുടിച്ചിട്ട് മാരേജ് കഴിച്ചു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു.
ഹീറോയ്ക്ക് സമാധാനം വെച്ചു പ്രോബ്ലം സോൾവ് എന്ന് പറഞ്ഞ ഹീറോ ഹാപ്പി ആയിരുന്നു. ഹീറോയുടെ ഫാമിലീസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ് ഇതിലൂടെ എല്ലാം കറങ്ങി കഴിഞ്ഞ ശേഷം ശരി അമ്മ നിങ്ങൾ വരുന്ന വാ എന്ന് പറഞ്ഞാൽ അവർ കൊറിയൊക്കെ പോയിരുന്നു. ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ബേബീസ് കുറച്ച് വളർന്നു. ഹീറോയ് ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹീറോയ്. ഇനി ബേബീസ് എല്ലാം പറയണം മമ്മി എന്താ എന്നൊക്കെ കേൾക്കായിരുന്നു. മമ്മി എന്താടാ പറഞ്ഞു. ഇല്ല ഡാഡി ട്രിപ്പ് പോവാ എന്ന് പറഞ്ഞ് 7 ബേബീസ് പറയായിരുന്നു. ഹീറോയ് പറയുന്നു ശരി. അതിപ്പോൾ ഹീറോയിൻ്റെ ബേബീസ് പറഞ്ഞാൽ കുറച്ച് വളർന്നു. ഇപ്പോൾ പറഞ്ഞ ഹീറോയ് ഗേൾ ബേബിക്ക് 3 വയസ്സായി. അതിലെല്ലാം ഞാൻ ഗവൺമെൻറ് കൂലിയൊക്കെ എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് അവരുടെ കൂടെ താമസിക്കുന്നത് ഡിസംബർ ഹീറോയിൻ ചുറ്റു തിരിയാൻ തുടങ്ങിയിരുന്നു. ഇവരുടെ ലുക്ക് ശരിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിൻ തിരിച്ചു ഓടാൻ തുടങ്ങിയിരുന്നു. ഹീറോയിൻ്റെ ഗേൾ ബേബിൻ്റെ 4 വയസ്സാവാൻ തുടങ്ങിയായിരുന്നു. ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേ കഴിഞ്ഞ ശേഷം അതെ അങ്ങനെ ഒരു കുറച്ച് നാളുണ്ടേന് 4 വയസ്സാകും ബേബിക്ക്. ഹീറോ തിരിച്ചു ഓടാൻ തുടങ്ങി പിടിച്ചു വെച്ചിരുന്നു. എവിടൊക്കെ ഓടുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോ ഇതാക്കാറ്. 7 പേരെ കൂടെ ഹീറോയിൽ ഒരു ലൈഫ് സ്റ്റാച്ചു തുടങ്ങിയായിരുന്നു. ഹീറോ വേണ്ടെന്ന് പറഞ്ഞ് കേൾക്കില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഹീറോയിൻ്റെ ബേബിക്ക് ബർത്ത്ഡേ ആയി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവരെ കൂടെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. സന്തോഷമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കായിരുന്നു. അങ്ങനെയായിട്ട് ബേബീസ് മെമ്പർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ പറയുന്നത് അവർ ലൈഫ് ഹീറോയ്ക്ക് കൂടെ പാട്ട് പാടി ആ ബേബീസ് കൂടെ ജോലിയായിട്ട് സോങ്സ് എല്ലാം അറേഞ്ച് ചെയ്തായിരുന്നു. ഹീറോയ് ജോലിയായിട്ട് ഉണ്ടായിരുന്നു. ഹീറോയ് ശരി ഓക്കെ ഇതായിരുന്നു. ജിൻ കുക്ക് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ജിൻ കുക്ക് ചെയ്തായിരുന്നു. ഓരോന്ന് കേട്ടായിരുന്നു. വിയും ചങ്കുക്ക് ഗെയിമുക്ക് തല്ലുണ്ടാക്കുമായിരുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരി അയച്ചു അങ്ങനെ ഓമിച്ചാൻ തുടങ്ങി. ഉമ്മാറക്കോടി ഓമിച്ചത്. ബാക്കി 7 പേർ ഓടി വന്നു. എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഹീറോയ് ഒന്നില്ല മയങ്ങി വീണായിരുന്നു. ഡോക്ടർ കോൾ ചെയ്ത് വന്നായിരുന്നു. ഡോക്ടർ ലേഡി വാങ്ങിയോണ്ട് വരുന്നായിരുന്നു. സാറാ എന്ത് പറ്റി നോക്കൂ ചെക്ക് ഷോക്കായ ഡോക്ടർ ഓരോ മുറിക്കായിരുന്നു. എന്താ വീട്ടിൽ മമ്മി ഉണ്ടായിരുന്നു. ഹീറോയിൻ മമ്മി ഡാഡി ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. മുറിച്ചിട്ട് പറഞ്ഞു പെണ്ണിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.